കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGM അലക്സ് മാത്യുവിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 29-ാം തീയതി വരെയാണ് റിമാൻഡ്. കൊല്ലം കടക്കലെ ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് 5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പിടിയിലാകുന്നത്. ഈ മാസം 29-ാം തീയതി വരെയാണ് റിമാൻഡ്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി നാളെയോ മറ്റന്നാളോ വിജിലൻസ് അലക്സ് മാത്യുവിനായി കസ്റ്റഡി അപേക്ഷ നൽകും. അറസ്റ്റിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അലക്സിനെ പ്രവേശിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കുറവൻകോണത്തെ പരാതിക്കാരന്റെ വസതിയിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം അലക്സ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിവിധ രേഖകളും മദ്യക്കുപ്പികളും കണ്ടെത്തി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എറണാകുളം ഓഫീസിലും വിജിലൻസ് പരിശോധന നടന്നു. അലക്സ് മാത്യു ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ചുമതലയേറ്റത് മുതൽ കൈക്കൂലി വാങ്ങുന്നതായാണ് പുറത്തുവരുന്ന വിവരം. കൂടുതൽ പരാതികളുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാനാണ് വിജിലൻസ് നീക്കം. ജനം, തിരുവനന്തപുരം.